നമസ്കാരം. രാവിലെ വാർത്താ കച്ചവടക്കാരുടെ അരോചകമുണ്ടാക്കുന്ന ഒരു ദൃശ്യം കാണാനിടയായി. ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലുള്ള രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടവർക്ക് മണ്ണിനടിയിൽപ്പെട്ടവരെ മാത്രമല്ല, ഈ കോലും തൂക്കി നടക്കുന്നവരെ കൂടി രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം വന്നിരിക്കുകയാണ്. കാര്യം, ഉരുൾപൊട്ടലുണ്ടായി ജനങ്ങളെ അറിയിക്കണം, വേണ്ട എന്നല്ല. പക്ഷേ രക്ഷാദൗത്യത്തിന്റെ ഇടയിൽപ്പെട്ട് നിൽക്കുന്നവരെ ചെന്ന് ഇവരെന്തിനാണ് ശല്യപ്പെടുത്തി സമയങ്ങൾ ഇല്ലാതാക്കുന്നതെന്ന് ചോദിക്കേണ്ടി വരികയാണ്. ആ രക്ഷാദൗത്യ പ്രവർത്തനങ്ങൾക്കിടയിലേക്ക് കോലും തൂക്കിച്ചെന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, അതായത് മനോരമയിലെ മാധ്യമ പ്രവർത്തകന് സംഭവിച്ച ഒരു ദൃശ്യം കണ്ട് ഈ ഒരു പ്രദേശത്തിന്റെ ഒരു ഈ ഒരു പ്രദേശത്തിന്റെ ഈ ഒരു പ്രദേശത്തിന്റെ ഘടന കണ്ടല്ലോ. ആ വീഴ്ചയെ തന്നെ ഒരു ക്യാപ്ഷൻ കൊടുത്ത് മനോരമ അടിച്ചിറക്കിയിട്ടുണ്ട്. മനോരമ ലേഖകൻ അപ്രതീക്ഷിതമായിട്ട് ഈ ചെളിയിൽ കുടുങ്ങി വീണപ്പോൾ എന്ന രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതല്ല, നിങ്ങൾ നോക്കിയേ, മണ്ണിനടിയിൽ അവിടെ ആള് പെട്ട് കിടക്കുകയാണ്. ഏകദേശം ഈ മുണ്ടക്കൈ പൂഞ്ഞാർ മേഖലയ്ക്കിടയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ആ ഉരുൾപൊട്ടലുണ്ടായി ഒരു വീട് ഒലിച്ചു പോയിട്ടുണ്ട്. അതിനകത്ത് ഒരു അമ്മയും മകനെയും കാണാതായിട്ടുണ്ട്. അതിനോടൊപ്പം നിരവധി വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. ഇനി വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു ധാരണയും എത്തിയിട്ടില്ല. എന്നാലും പ്രാഥമിക വിവരം അതാണ്. ഈ ഒരു പ്രദേശത്തിന്റെ ഘടന എങ്ങനെയാണ്? സാധാരണ നേരത്തെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ അങ്ങനെ ഉൾപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു വലിയ സംഭവം, രണ്ടുപേരും മണ്ണിനടിയിലെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ ഒരു അനുഭവത്തിൽ ഇങ്ങനെ ഒരു വലിയ സംഭവം നമ്മുടെ നാട്ടിൽ ഇത് ആദ്യമായിട്ടാണ്. പക്ഷേ ഇതിപ്പോൾ നമുക്കിപ്പം പറയാൻ പറ്റുന്ന ഒരു സ്ഥലവും സുരക്ഷിതമല്ല. അതായത് ഇപ്പോൾ ഒരു കുറച്ച് മണിക്കൂറുകൾ മാത്രമേ മഴ പെയ്തിട്ടുള്ളൂ. ആ മഴയ്ക്കാണ് ഇങ്ങനെയുള്ള സംഭവം നടക്കുന്നത്. ഏകദേശം 100-200 അടി മുകളിൽ നിന്നാണ് ഈ സംഭവം ഒഴുകി വന്ന് ഈ കാണുന്ന പോലെ മൊത്തം നശിച്ചു പോവുകയാണ് ചെയ്തേക്കുന്നത്. ഇതിനടിയിൽ വാഹനങ്ങൾ ഉൾപ്പെടെ കിടപ്പുണ്ടല്ലേ? 2 കാറുകളും ബൈക്കാണ്. 2 ബൈക്കും ഉണ്ടായിരുന്നു അതിനടിയിൽ. ഇതുവരെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 3 വണ്ടി, 2 ഇറ്റാച്ചിയും ഒരു JCB കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് പേരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും കിട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ആ തെരച്ചിൽ തുടരുന്ന സന്ദർഭത്തിലാണ് ഈ കോലും പിടിച്ചുകൊണ്ട് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസുകാരെ പിടിച്ച് നിരനിരയായി നിർത്തിക്കൊണ്ട് ആ രക്ഷാദൗത്യത്തിൽ മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടെത്താനല്ല അത്യാവശ്യം, അതിന് മുന്നോടിയായിട്ട് ഈ കോലുകൾക്ക് മുന്നിൽ നാട്ടുകാർക്കിടയിൽ ഒരു ക്യൂരിയോസിറ്റി നിർമ്മിക്കുന്ന ചില പ്രതികരണങ്ങൾ നടത്തണം. എപ്പോഴാണ് ഉണ്ടായത്, നിങ്ങൾ എപ്പോഴാണ് കണ്ടത്, ഇതൊക്കെ ഈ സന്ദർഭത്തിലാണോ അറിയേണ്ടത്? കാര്യം, രക്ഷാദൗത്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ പരമാവധി നേരത്തെ നമ്മൾ എത്തിപ്പെടാൻ പറ്റുമോ എന്ന് നോക്കണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരച്ചിൽ തുടരുമ്പോൾ, മണ്ണിനടിയിൽ മനുഷ്യർ കിടക്കുമ്പോൾ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവരെ പിടിച്ചു നിർത്തി ഇങ്ങനെ കുശലം ചോദിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണോ മാധ്യമ പ്രവർത്തനം? ഈ മാധ്യമപ്രവർത്തകരെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ മാത്രം കാണിച്ചാൽ മതി. അല്ലാതെ ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് ഒരു കല്ലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാനായിട്ട് നിങ്ങൾ തയ്യാറല്ല. ആ ദുരന്തത്തിൽപ്പെട്ട് കിടക്കുന്ന മനുഷ്യരുടെ നെഞ്ചത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവരെ കൂടി നിങ്ങൾ എന്തിനാണ് ശല്യം ചെയ്യുന്നത്? നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നല്ല, റിപ്പോർട്ട് ചെയ്യണം, കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കണം. പക്ഷേ രക്ഷാദൗത്യക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, അവരുടെ രക്ഷാദൗത്യം വൈകിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വാർത്താ ലൈവുകൾ കൊണ്ടുപോകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതിപ്പോ കാണിച്ചു എന്ന് കരുതിക്കൊണ്ട് നഷ്ടപ്പെട്ടവർ തിരിച്ചു വരുമോ? ഇല്ലല്ലോ. ആ ഉറ്റവർക്കും ഉടയവർക്കും ഏറ്റവും അത്യാവശ്യം അവരുടെ ആൾക്കാർ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നു എന്നത് നിങ്ങളുടെ ചാനലിലൂടെ അറിയുക എന്നുള്ളതാണോ? അല്ലല്ലോ. അവരെ സംബന്ധിക്കുന്നിടത്തോളം എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തുക എന്നാണ്. ആ കണ്ടെത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരെ ഇങ്ങനെ പിടിച്ചു നിർത്തി അവരുടെ പ്രതികരണം എടുത്ത് ടെലികാസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്ത് നേട്ടം ആ ദുരന്തത്തിൽ പെട്ടവർക്കോ ബാധിച്ചവർക്കോ ഉണ്ടാകും? ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. ഞങ്ങൾ റേറ്റിംഗിൽ മുന്നിലെത്തി. ആ സന്ദർഭത്തിൽ തന്നെ ആദ്യ ലൈവ് കൊടുത്തു. ഈ ഒരു അവകാശവാദത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെന്ന് അവിടെ ഈ രക്ഷാദൗത്യത്തിൻ്റെ ഇടയിൽ മുന്നും പിന്നും നോക്കാതെ ചെന്ന് ചെളിക്കുഴിയിൽ വീഴുമ്പോൾ ഇവരെ കൂടി രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഉത്തരവാദിത്വം ആ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവർക്കുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ശല്യമാണോ? ആ ദുരന്തത്തിലെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം ആ പ്രവൃത്തി അരോചകമാണോ അല്ലയോ? നിങ്ങൾ ആ കാഴ്ച ഒരിക്കൽ കൂടി കണ്ടിട്ട് വിലയിരുത്തും. ഈ ഒരു പ്രദേശത്തിന്റെ ഒരു ഈ ഒരു പ്രദേശത്തിന്റെ ഈ ഒരു പ്രദേശത്തിന്റെ ഘടന